ഹലോ, നിങ്ങളെങ്ങനെ വിളിച്ചോണ്ടിരുന്ന ആളിവിടെ മരിക്കാൻ കിടക്കുക. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. ഞങ്ങൾക്ക് പറ്റാത്ത കാരണല്ലേ നിങ്ങളെ ഏൽപ്പിച്ചത്. ഇപ്പൊ ഈ നേരത്തെ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയരുത്. ആള് ചാവും പറയിച്ചാൽ മതി, അപ്പൊ ഞങ്ങൾ വന്ന് കൊണ്ടുപോകണം. ജോർജ്, ജോർജ്, അപ്പനെന്തവിടെ? ഡാ, സമയായി. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. നമുക്ക് പോണ്ടേ? മരണസമയത്ത് മാലാഖമാരും നമ്മളെ ഏറ്റവും സ്നേഹിച്ചവരും കൊണ്ടുപോകാൻ വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ആലീസ് വരുന്ന വിചാരിച്ച്. ആലീസ? അവൾ നിന്നെ സ്നേഹിച്ചേക്കാളും നിന്റെ മക്കളെ അല്ലടാ സ്നേഹിച്ചത്. മക്കള്? എന്നിട്ടെൻ്റെ ആലീസ് പോയപ്പോൾ അവരെന്നോടൊന്നും പറഞ്ഞും കൂടിയില്ല. എത്ര സ്നേഹം കൊടുത്തതാ ഞങ്ങൾ അവർക്ക്. നിന്റെ വിഷമം മാറ്റാൻ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാനും നിന്റെ അമ്മയും നിനക്ക് തന്നത് സ്നേഹം തന്നെയായിരുന്നില്ലേ? എന്നിട്ട് നീ തിരിച്ചു തന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? തള്ള ചാവാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിണ്ട്. എന്തെങ്കിലും പറഞ്ഞ് അപ്പറങ്ങും വണ്ടിക്ക് തലവയ്ക്കാൻ. 6 മാസം കഴിഞ്ഞു. ഇനി ചേണ്ടോടിക്ക് പോവാന്ന് പറഞ്ഞാൽ എനിക്കില്ലാത്ത കുറ്റില്ല. കൊണ്ടാക്കാൻ ചേട്ടന് വലിയ മിടുക്ക. കൊണ്ടുപോകണമെന്നില്ല. നീ തള്ളക്കൊരു കോട്ടയെടുത്ത് കൊടുക്ക്, അല്ലെങ്കിൽ മഴ പെയ്യണമെന്ന് പറഞ്ഞ് തിരിച്ചു വരും ചാവൻ പോണ ആള്. അമ്മേ, പോണതൊക്കെ കൊള്ളാം. ചാവൻ വണ്ടി കിട്ടിയില്ലെങ്കിൽ തിരിച്ച് കിട്ടി തന്നെ ഇരിക്കോട്ടോ. ചേട്ടനോടിക്ക് പോക്കോളൂ. ജോർജെ, ചതിച്ചോട്ടാ. അമ്മ പോയിര മോനെ. കുഴിച്ചിടാൻ വരെ ഒന്നും കിട്ടില്ല എന്നാ പറയണേ. ഇമാതിരി മഴയത്ത് റെയിൽ മോഡ നടന്ന വണ്ടി വരുന്നത് കേൾക്കുവോ? ഈ കുടം നിനക്ക് തരാൻ പറഞ്ഞിട്ട് ഒറ്റ പോക്ക. ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ പിടിച്ചു നിർത്തിയനടാ മോനെ. അമ്മ ശപിച്ചിട്ടുണ്ടാവൂല്ലേ? ശപിക്ക്. നിന്റെ ആലീസ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവളെ കൊണ്ടുവരാൻ പോയത് അമ്മയായിരുന്നു. അമ്മയ്ക്ക് അവളെ വലിയ കാര്യമായിരുന്നു. ഇപ്പോ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നില്ലേ? എൻ്റെ ജീവിതത്തിലെ സന്തോഷം മുഴുവൻ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചവനാണ് ഞാൻ. എന്നിട്ട് എന്നോട് നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അപ്പാപ്പന്റെ കൂടെ പോവാ. അപ്പാപ്പൻ എനിക്ക് പൊറോട്ട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് തണ്ടാറങ്ങിയിരിക്കുന്നു വേഷം കെട്ടിട്ട്. ഞാൻ എൻ്റെ അരിഷ്ടം ഒന്ന് വാങ്ങിച്ചിട്ട് വരാടാ ചെക്ക. പിന്നെ ചാരായത്തിന് അരിഷ്ടം എന്നല്ലേ പറയാ. അവള് ഭരിക്കാൻ മേടിച്ചോണ്ടിരുന്നിട്ട് പറഞ്ഞ് എൻ്റെ കൈയും കാലും ഒന്ന് പേരട്ടടാ. ഞാനൊന്ന് നടന്നിട്ട് വരാം. അപ്പനോട് പോണ്ടെന്ന് പറഞ്ഞേ. പോണ്ട. ഇതൊരു ചക്രമാണല്ലേ അപ്പ? കണക്കുകൾ തീർക്കുന്ന ചക്രം. അല്ലടാ, ഇത് നീയും ഞാനും ഒരുക്കി വെച്ച് വീഴാൻ കാത്തിരിക്കുന്ന ഒരു കുരുക്കാണ്. അടുത്ത തലമുറയെങ്കിലും ഈ കുരുക്കഴിക്കട്ടെ എന്ന് നീ പ്രാർത്ഥിക്ക്. ഇപ്പോൾ നിന്റെ വേദന കുറച്ച് കുറഞ്ഞില്ലേ? ഇനി നമുക്ക് പോകാം. പോകാം.